ഫെന്റാസ്റ്റിക് തിയേറ്റർ എക്സ്പീരിയൻസ് കാണേണ്ട പടമാണ്. അടിപൊളി പെർഫോമൻസും അതിൻ്റെ മൊത്തത്തിൽ കൊമേഴ്ഷ്യലാണെങ്കിലും എല്ലാ രീതിയിലും ഓക്കെയാണ് പടം. പിന്നെ ഉറപ്പ് നമുക്ക് നൈസായിരുന്നു. ഇത് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊള്ളായിരുന്നു. ആകെ 3 ക്യാരക്ടർ മെയിനായിട്ടുള്ള ഒരു 3 നൈസായിരുന്നു. ഇല്ല എൻഗേജിങ് ആയിട്ട് പോകുന്നു. സ്ലോ ആണ് എന്നാലും എൻഗേജിങ് ആണ്. നല്ല ഇതിനെയാണ്. നമുക്ക് പടം കണ്ടു കഴിയുമ്പോഴത്തേക്കും അത് തോന്നത്തില്ല, കാരണം പുതിയ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സൗണ്ടൊക്കെ അടിപൊളിയാണ്, കൊള്ളാം. അതെ നമുക്ക് ആർട്ട് വർക്കും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല നമുക്കൊക്കെ അടിപൊളി പെർഫോമൻസ്. അതൊക്കെ നല്ല ത്രില്ലറല്ല, എന്നാലും ഹൊറർ അത് തന്നെ, കുഴപ്പമൊന്നുമില്ല. നല്ല മഹാനടൻ്റെ മറ്റൊരു വിസ്മയം കൂടിയാണ്. നന്നായിരുന്നു. നമ്മുടെ കുന്തൻവാടൻ വിധേയനെയൊക്കെ പോലെ തന്നെ നല്ലൊരു കഥാപാത്രം. വായിക്കാൻ പറ്റും. നല്ല നീളം വെളിച്ചം ചേർന്ന നല്ലൊരു ദൃശ്യഭംഗി കൂടി നമുക്ക് കാണാൻ കഴിയും. നന്നായിരുന്നു പടം. കൊള്ളാം, നല്ല പടമാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മമ്മൂക്കയുടെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഹരിശ്രീ അശോകൻ്റെ മോനും കൊള്ളാം, നന്നായിട്ടുണ്ട്. കണ്ടിരിക്കാനായിട്ട് കൊള്ളാവുന്ന ആർട്ട് വർക്ക് അല്ല നന്നായിട്ടുണ്ടല്ലോ. അവർക്ക് അതിൻ്റെ ഇതൊക്കെ കൊള്ളാം, നന്നായിട്ടുണ്ട്. സിദ്ധാർത്ഥ് ഭരതനും കൊള്ളാം, അവർ രണ്ടുപേരും കൊള്ളാം. മമ്മൂട്ടി പിന്നെ നന്നായിട്ടുണ്ട്, എൻഗേജിങ് ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ മറ്റൊരു പടം കാണുന്നൊരു മൂഡിൽ വരരുതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല, അല്ലാതെ അതെ അത് പുള്ളി ഇപ്പോൾ ഒരു വെറൈറ്റികൾ ചെയ്തു വരുന്നതുകൊണ്ടായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അതായിരിക്കാം കാരണം. അതായിരിക്കാം എന്നല്ല, അതാണ്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതെ ഹിറ്റാവും എന്നുള്ളതാണ് പ്രതീക്ഷ. കുഴപ്പമില്ല, പിന്നെ എല്ലാവരുടെയും ടേസ്റ്റ് അറിയണമല്ലോ.